ഇതിനകത്തല്ലേ മേഘനയ്ക്ക് വേണ്ടി ഞാൻ മുളകും ഉപ്പും കൂടുതൽ എടുത്തിട്ടത്. ഞാൻ വിളമ്പിക്കൊടുത്തോളൂ. ആയിക്കോട്ടെ. ആന്റി, ഇത് ആന്റി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ? അതെ മഞ്ജരി, ഇന്റർനെറ്റിലൊക്കെ റെഫർ ചെയ്തിട്ടാ ഞാൻ ഇത് ഉണ്ടാക്കിയത്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഓക്കെ? അയ്യോ, ഇത് മേഘനയ്ക്കുള്ളതാണെന്ന് കരുതി ഞാൻ ഇതിൽ എന്തൊക്കെയാ വാരിയിട്ടെ. ഇപ്പൊ ആ കുഴിയിൽ ഞാൻ തന്നെ വീണല്ലോ. എങ്ങനെ ഇതിപ്പോ കഴിക്കും? കഴിച്ചില്ലെങ്കിൽ പ്രിയംവദ ആന്റിക്ക് ദേഷ്യം വരും. എരിവും ഉപ്പും കൂടുതലാണെന്ന് പറഞ്ഞ പ്രിയംവദ ആന്റിയെ മറ്റുള്ളവരുടെ മുൻപിൽ കളിയാക്കിയതുപോലെയാവും. എങ്ങനെ രക്ഷപ്പെടും ഇതിന്ന്? എന്താണ് മഞ്ജരി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിക്ക്. ഞങ്ങളുടെ മോമിന്റെ സ്നേഹവും കരുതലും മൊത്തം പിഴിഞ്ഞിട്ടുണ്ടാക്കിയതാ. അതുകൊണ്ടാണല്ലോ ബാക്കിയുള്ള ആർക്കും തരാത്തതും. എന്റെ മോമിന്റെ സ്നേഹം സഹിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. കഴിക്കുന്നേ. ഈശ്വരാ, എന്റെ തല ഞാൻ തന്നെ തിളച്ച വെള്ളം കോരി ഒഴിച്ചോ? എന്തെങ്കിലും ആവട്ടെ, കഴിക്കാതെ വേറെ വഴിയില്ല. എങ്ങനെയുണ്ട് മഞ്ജരി ഞങ്ങളുടെ മോമിന്റെ സ്പെഷ്യൽ ഡിഷ്? ചെറിയമ്മയ്ക്ക് നല്ല കൈപ്പൊണ്ണി അറിയോ? നിനക്കത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കും ഉറപ്പാ. എന്താണ് മഞ്ജരി, വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വാ തുറന്നൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. മഞ്ജരിയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ പ്രിയമതയുടെ കൈപുണ്യം അവൾ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ടെന്ന്. ആന്റി, അടിപൊളിയായിട്ടുണ്ട് ആന്റി. ഇറ്റ്സ് വെരി നൈസ്. താങ്ക് യു സോ മച്ച് മഞ്ജരി. മഞ്ജരി, ഇത് മുഴുവൻ നിനക്ക് വേണ്ടിയുള്ളതാ. ഒരു സ്പൂൺ പോലും മാറ്റി വെക്കല്ല, മുഴുവൻ കഴിച്ചോളണം. എന്നാ പിന്നെ കുറച്ചുകൂടെ ഇടട്ടെ. ദേ ഇതും കൂടി കഴിക്ക്. കഴിക്ക്. ഓ മൈ ഗോഡ്, ഇത് മുഴുവൻ കഴിച്ച ഇന്ന് തന്നെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കുള്ള എന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. ഇത് തീരുന്നവരെ എന്റെ ജീവൻ ഉണ്ടാവില്ല. എന്റെ അമ്മേ. മഞ്ജരി, ആർ യു ഓക്കെ? ഐ ആം ഓക്കെ ആന്റി. പ്രിയംവദ ആന്റി ഉണ്ടാക്കിയ ഡിഷ് പൊളിയാ, അടിപൊളിയാ. അതുകൊണ്ടായിരിക്കും അത് ഇത്രയും ആസ്വദിച്ച് കഴിക്കുന്നത്. എവിടെ, ഞാനും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. വേണ്ട മിഥുൻ, ഇത് ആന്റി എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഇത് ഞാൻ മറ്റാർക്കും തരാൻ പോണില്ല. ആയിക്കോട്ടെ, എന്നാ തനിച്ച് തന്നെ എൻജോയ് ചെയ്യും.
നീ എന്തിനാ ഇപ്പൊ വോമിറ്റ് ചെയ്തേ? ഞാനുണ്ടാക്കിയ കറി അത്ര ബോറായിരുന്നോ? എരിവ് എരിവ് ആന്റി, സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാ കഴിച്ചത് മൊത്തം പുറത്തേക്ക് വന്നേ. അതെങ്ങനെയാ മഞ്ജരി? ഞാനുണ്ടാക്കിയ കറിയിൽ അത്രയ്ക്ക് എരിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതല്ല ആന്റി, ആന്റി പാകത്തിനായിരിക്കും ഇട്ടിരിക്കുക. എന്റെ തലക്കായിരുന്നു ഓളം, ഞാന് അത് വിഷമാക്കി മാറ്റിയ. നീ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല മഞ്ജരി. ആ സുദീപ് എന്നോട് പറഞ്ഞത് അത് മേഘനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്ന്. അതുകൊണ്ട് അവക്ക് പണി കൊടുക്കാൻ വേണ്ടി ഞാൻ അതിൽ ഒത്തിരി ഉപ്പും മുളകും വാരിയിട്ടു. അത് കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് വരുമെന്ന് അറിഞ്ഞിരുന്നില്ല. അപ്പോഴേ പറഞ്ഞൂടായിരുന്നോ? നീ എന്തിനാ അത് മുഴുവനും ഇരുന്ന് വാരി തിന്നാൻ പോയത് മഞ്ജരി? ആരും നിന്നെ നിർബന്ധിച്ചില്ലല്ലോ. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ ആന്റി? എല്ലാവരുടെ മുമ്പിൽ ആന്റിയെ കളിയാക്കിയ പോലെയാവും. അതുകൊണ്ടാ ഞാൻ ഒന്നും മിണ്ടാതെ മൊത്തം ഇരുന്ന് കഴിച്ചേ. ആന്റിയുടെ കുക്കിംഗ് കൊള്ളില്ലെന്ന് ഞാനായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ലല്ലോ. അവിടെ വെച്ച് ഉപ്പും മുളകും കൂടുതലാന്ന് പറഞ്ഞ ആന്റിക്കും വിഷമാവും. അതിന്റെ ദേഷ്യം എന്നോട് കാണിക്കുകയും ചെയ്യും. ദേഷ്യം വന്നു കഴിഞ്ഞാ ഞാൻ പാകത്തിനല്ല ഇട്ടെ, ആരാ അതിൽ കൂടുതൽ ഉപ്പും മുളകും വാരിയിട്ടേന്ന് അവിടെ വെച്ച് ആന്റി ചോദ്യം ചെയ്യലും തുടങ്ങും. പിന്നെ എല്ലാവരും കൂടെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയ ഒടുവിലത് ഞാനാണെന്നുള്ളത് അവര് കണ്ടുപിടിക്കും. അപ്പൊ അത് എനിക്ക് നാണക്കേടാവും. സുദീപ് ഉണ്ടാക്കിയ കറിയാണെങ്കിൽ എങ്ങനെയെങ്കിലും അത് അവന്റെ തലയിൽ വെച്ചു കൊടുക്കായിരുന്നു. പക്ഷെ ആന്റി ഉണ്ടാക്കിയതായതുകൊണ്ടാ അത് മുഴുവനും വെട്ടി വിഴുങ്ങേണ്ടി വന്നത്. അടിപൊളി മഞ്ജരി. കഷ്ടമുണ്ട് കേട്ടോ. നിന്നെ കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു. നിനക്കൊരു കാര്യം അറിയോ മഞ്ജരി? യുദ്ധത്തിന് പോകാൻ വേണ്ടി കത്തി തയ്യാറാക്കുമ്പോ കത്തിക്ക് പദം വരുത്തിയാൽ മാത്രം മതിയാവില്ല. ആ കത്തിയുടെ കൈപ്പിടിയും ഉറച്ചതായിരിക്കണം. കത്തി കയ്യിൽ പിടിക്കണമെങ്കിലും യുദ്ധത്തിൽ കത്തി കറക്കി ചുഴറ്റി ശത്രുവിനെ വീഴ്ത്തണമെങ്കിലും ആ പിടി ഉറച്ചതായിരിക്കണം. അതറിയാത്തതുകൊണ്ടല്ലേ പിടിയില്ലാത്ത കത്തി ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ചാടാൻ നിന്നത്. അതുകൊണ്ടാ ശത്രുവിന് നേരെ നീട്ടിയ കത്തി തിരിഞ്ഞു വന്ന് നിന്റെ പള്ളയ്ക്ക് കുത്തി കയറിയത്. നീ ഇത്രയ്ക്ക് പൊട്ടത്തിയായിരിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല മഞ്ജരി. പിന്നെ എന്നെ തോൽപ്പിക്കണമെങ്കിൽ ഇങ്ങനെ ഉപ്പും മുളകും കൊണ്ടും നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ബുദ്ധി ഉപയോഗിച്ച് വലിയ വല്ല പ്ലാനും ഉണ്ടാക്ക്, വർക്കൗട്ട് ആവും. എന്താ മേഘനെ, ഈ ഒരു ചെറിയ കാര്യത്തിൽ എന്റെ ചുവട് ഒന്ന് പിഴച്ചപ്പോഴേക്കും നീ ജയിച്ചു എന്ന് കരുതുന്നുണ്ടോ? ഞാനൊന്നും കരുതുന്നില്ല, പക്ഷെ അതാ സത്യം. നീ വില്ലുകൊല ചമ്പെയ്തപ്പോ ആ അമ്പ് തിരിച്ച് നിന്റെ അടുത്തേക്ക് തന്നെ അയച്ചത് ഈ ഞാൻ തന്നെയാ. അത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല, ഞാനാണതങ്ങനെ മാറ്റിമറിച്ചത്. എന്ത്? നീ മാറ്റിമറിച്ചെന്നോ? അതെയല്ലോ. എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് സുദീപ് പറയുമ്പോ നീ അത് ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോഴേ കാര്യം പിടികിട്ടി, നീ ഇങ്ങനെയുള്ള വലുത് ഒപ്പിക്കുമെന്ന്. അതുകൊണ്ട് നീ കൈവച്ച ബൗള് ഞാൻ ഇടം മാറ്റിവെച്ചത്.
ഇപ്പൊ എങ്ങനെയുണ്ട്? നീ കുഴിച്ച കുഴിയിലേക്ക് നിന്നെ തന്നെ ബുദ്ധിപരമായി ഞാൻ തള്ളിയിട്ടു. ഇനി എന്റെ നേരെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുമ്പോ കുറച്ചുകൂടിയൊക്കെ ആലോചിച്ചും കണ്ടും ചെയ്യും. ഇങ്ങനത്തെ മണ്ണം കെട്ട പ്ലാൻസ് ഒന്നും എന്റെ അടുത്ത് വില പോവില്ല. മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. മേഘന പറഞ്ഞതെല്ലാം സത്യ. പക്ഷെ എന്റെ അടുത്ത പ്ലാൻ അവളുടെ ജീവിതത്തിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കണം. Takadin, tanakadin. Din, tanakadin. Takadin, tanakadin. Din, tanakadin. മിഥുനേട്ടൻ എന്തിനാ ഈ സമയത്ത് ഓഫീസ് നമ്പറിലേക്ക് വിളിക്കുന്നേ? ഹലോ. ഹായ് മേഘനന്ദ. പറഞ്ഞോളൂ സർ. നമ്മുടെ പുതിയ പ്രോജക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം ഒത്തു വന്നിട്ടുണ്ട്. ഐ തിങ്ക് അതില് ചെറിയ ചില മാറ്റങ്ങൾ കൂടി വരുത്തണം. നാളെ ഓഫീസിൽ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതൊന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. ഉറപ്പായിട്ടും സർ. ഓഫീസിൽ വന്നു കഴിയുമ്പം ഇതിനെക്കുറിച്ച് എന്നോടൊന്ന് ഓർപ്പിക്കണേ. എന്തു പറ്റി സർ? അത് വൈകുന്നേരം തൊട്ട് എന്തോ അലർജി പോലെയാ. എന്നാ ശരി, ഞാൻ വെച്ചേക്കാം. ഡസ്റ്റ് അലർജി എപ്പോഴും മിഥുനേട്ടനുള്ളതാ. ഒരു കഷായം ഉണ്ടാക്കി കൊടുത്താൽ മതി, കുറച്ചൊക്കെ ഒരു ശമനം ഉണ്ടാവും. മേഘനെ, നീ എന്താ ഇവിടെ? നീ ഈ റൂമിൽ കയറാൻ പാടില്ല എന്നല്ലേ അമ്മ നിബന്ധന വെച്ചിരിക്കുന്നേ? മോമങ്ങാനും നിന്നെ ഇവിടെ കണ്ടാ പിന്നെ അത് മതി. യെസ്, കം ഇൻ. മേഘന എന്തിനാ ഇങ്ങോട്ട് വന്നേ? ശരിയാണല്ലോ, ചുമയുടെ കാര്യം പറഞ്ഞത് മേഘനന്ദയോടാ, മേഘനയോടല്ലോ. ഇക്കാര്യം ഞാൻ എന്താ ചിന്തിക്കാതെ പോയത്? ചോദിച്ചു കേട്ടില്ലേ? എനിക്കിങ്ങനെ ചുമയുണ്ടെന്നുള്ള കാര്യം നീ എങ്ങനെയാ അറിഞ്ഞേ? നിനക്കെന്താ ഞാൻ ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ലേ? മിഥുനേട്ടൻ ചുമക്കുന്നത് ഞാൻ കേട്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ കഷായം ഉണ്ടാക്കി കൊണ്ടുവന്നേ. ഇത് കുടിച്ചേ. വേണ്ട മേഘനെ, ഞാൻ ഈ റൂമിൽ വരാൻ പാടില്ലെന്ന് മാത്രമേ കണ്ടീഷനുള്ളൂ. പക്ഷെ ഞാൻ തന്നത് കുടിക്കാൻ പാടില്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ മേഘനെ, പ്ലീസ് ഓരോന്ന് തുടങ്ങല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ല പറഞ്ഞത്. ഈ കഷായം കുടിക്കുന്നത് ഭയങ്കര പാടാ. എന്തൊരു കയ്പാ അതിനെന്നറിയോ? എനിക്ക് പറ്റില്ല.
കയ്പാണ്, ഈ കഷായവും കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാനാണെങ്കിൽ ഈ ചുമ മാറാൻ പോകുന്നില്ല. ഇത് ചിലപ്പോ കൂടും മിഥുനേട്ടാ. മര്യാദയ്ക്ക് ഇതങ്ങോട്ട് കുടിച്ചേ. ശരി, എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. നീ വയ്ക്കോ. പിന്നെ കുടിച്ചോളാന്ന് പറഞ്ഞാ ഞാനങ്ങ് പോകുന്ന കരുതിയോ ഏട്ടൻ? മിഥുനേട്ടൻ ഇത് കുടിച്ചു തീർക്കുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്കുന്നേ. ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞില്ലേ? മിഥുനേട്ടന്റെ സ്വഭാവം എനിക്കറിയില്ലേ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയ ഏട്ടൻ ഇത് കളയും. എന്നിട്ട് ഈ കഷായം കുടിക്കാതെ കുടിച്ചു എന്നോട് കള്ളവും പറയും. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എത്ര വട്ടം മറന്നുപോയോ? ശരി, ഈ പ്രാവശ്യം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. മിഥുനേട്ടൻ ഇത് കുടിച്ചാലേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഞാനിപ്പോ കുടിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? മിഥുനേട്ടൻ ഇത് കുടിച്ചു തീരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇതെന്തൊരു വാശി എന്റെ മേഘനെ. ഇത് വാശിയാണെന്നോ വെഡിത്താണെന്നോ എന്ത് വേണേലും കരുതിക്കോ. മിഥുനേട്ടൻ കുടിച്ചാലേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. മര്യാദയ്ക്ക് ഇത് കുടിച്ചു മിഥുനേട്ട. ആ ശരി, ആയിക്കോട്ടെ, കുടിച്ചോളാം. ഇപ്പൊ സമാധാനമായല്ലോ. സഞ്ജന ശരിക്കും ഭാഗ്യം ചെയ്തവളല്ലേ. നമ്മളെക്കാളൊക്കെ ചെറിയ പ്രായമാണെങ്കിലും എല്ലാവരേലും മുമ്പ് കല്യാണം കഴിക്കാൻ പോവാ. അത് ശരിയാ. ഇന്ന് എന്തായാലും പറഞ്ഞുറപ്പിക്കും. കുറച്ചു ദിവസത്തിനുള്ളിൽ കല്യാണം നടക്കും. 1 വർഷം കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞിന്റെ അമ്മയും ആകും. അപ്പൊ നമ്മള് സഞ്ജന എങ്ങനെയാ വിളിക്കണ്ടേ? സഞ്ജന ആന്റിന്നാണോ വിളിക്കണ്ടേ? അത് ചിലപ്പോ വേണ്ടി വരും. എന്താ സഞ്ജനെ, അങ്ങനെ തന്നെ വിളിക്കട്ടെ. സുദീപ്, സുദീപ്, സുദീപ്. പറയൂ കൊച്ചമ്മേ. ഗസ്റ്റുകളൊക്കെ ഇപ്പൊ വരും. ഒരു കുറവുമില്ലാതെ വരുന്നവരൊക്കെ സ്വീകരിച്ചിരിക്കോട്ടെ. നീ ആദ്യം ചെന്ന് കോഫി ഉണ്ടാക്കാൻ നോക്ക്. ശരി കൊച്ചമ്മേ. എന്താണ് മോം, ആകാശത്തുനിന്ന് വല്ല മിസൈലും പൊട്ടി താഴേക്ക് വീഴുന്നുണ്ടോ? ആകെ വല്ലാത്തൊരു ടെൻഷനിലാണല്ലോ. ഇന്ന് രാജേശ്വരിയും വീട്ടുകാരും വരുന്നുണ്ട്. സഞ്ജനയുടെയും അവളുടെ മോന്റെയും കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാനേ. അതിന്റെ തിരക്കാ മോനെ. ഈ സമയത്ത് നീ എങ്ങോട്ടേക്കും പോവരുത്, വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഹലോ രാജേശ്വരി. വാ വാ, എല്ലാരും കേറി വാ. ചേട്ടാ സുഖായിരിക്കുന്നു? സുഖാണ് മോനെ, വാ അകത്തോട്ടിരിക്കാം. വരൂ, ഇങ്ങോട്ടിരിക്കാം. ചേച്ചി സുഖായിരിക്കുന്നല്ലോ അല്ലേ? നമസ്കാരം. നമസ്കാരം.